മുഗൾ സൈന്യം കേരളത്തിനെ ആക്രമിച്ചത് അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു. ഇത് കേൾക്കുമ്പോൾ കുറച്ച് ആളുകളെങ്കിലും ചിലപ്പോൾ ചിന്തിക്കും, മുഗൾസ് കേരളത്തിനെ ആക്രമിച്ചിട്ടുണ്ടോ? എങ്കിൽ ചരിത്രത്തിൽ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 1680 മുഗൾസ് വേണാടിൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ആ ആക്രമണം നടത്തിയപ്പോൾ ആ മുഗൾ കമാൻഡർ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ലായിരുന്നു തനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത, മുഗൾസിനൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ആക്രമണമായി അത് മാറുമെന്ന്. ചരിത്രത്തിൽ ഈ യുദ്ധം അറിയപ്പെട്ടത് മണക്കാട് യുദ്ധമെന്നായിരുന്നു. കാരണം ഈ ഒരു യുദ്ധത്തിൻ്റെ ആദ്യ ഭാഗം അരങ്ങേറിയത് തിരുവനന്തപുരത്തിലെ മണക്കാടിൽ വെച്ചായിരുന്നു. നമുക്കൊരു കഥാരൂപത്തിൽ നോക്കാം മണക്കാട് യുദ്ധത്തെക്കുറിച്ച്. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. വേണാട് ദേശത്തിൽ സമാധാനം നന്നേ നഷ്ടപ്പെട്ട ഒരു സമയം, ഒരു അസന്തുലനാവസ്ഥ കാലഘട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അന്ന് വേണാട് ദേശത്തിനുള്ളിൽ ഒരു അന്തർയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രാജകുടുംബത്തിനും അതുപോലെ തന്നെ അധികാരികൾക്കും പ്രമാണികൾക്കുമിടയിൽ ഒരു അന്തർയുദ്ധം. അങ്ങനെ ഇരിക്കവേ 1677 വേണാടിലെ രാജാവായിരുന്ന ആദിത്യവർമ്മ നാട് നീങ്ങുകയാണ്. എന്നാൽ ഇതൊരു സാധാരണ മരണമല്ല. ഇതിനു പിന്നിൽ 8 വീട്ടിൽ പിള്ളമാരും അതുപോലെ യോഗക്കാരുമുണ്ട് എന്ന് വരെ ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം. ഈ ഒരു സമയമെന്ന് പറയുമ്പോഴത്തേക്കും രാജകുടുംബത്തിൽ പിന്നെ അവശേഷിക്കുന്നത് വെറും 6 അംഗങ്ങൾ മാത്രം. ആദിത്യവർമ്മയുടെ അനന്തരകളായ ഉമയമ്മ റാണിയും റാണിയുടെ 6 ആൺമക്കൾ. ഈ 6 ആൺമക്കളുണ്ടല്ലോ, ഇതിൽ ഇളമുറത്തമ്പുരാനായിട്ട് പറഞ്ഞിരുന്ന ആൾ പോലും വളരെ കൊച്ചു കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണത്തിൽ കയറാനായിട്ടുള്ള പ്രായം അവർക്കായിട്ടില്ല. 8 വീട്ടിൽ പിള്ളമാരും അതുപോലെ തന്നെ യോഗക്കാരും ഉമയമ്മ റാണിയെ ഒരു സാധാരണക്കാരിയായല്ല കണ്ടിരുന്നത്, രാജകുടുംബത്തിലെ ഒരു അംഗം മാത്രമായിട്ടല്ല കണ്ടിരുന്നത്. കാരണം ആറ്റിങ്ങൽ ദേശത്തിൻ്റെ ഇളയറാണി കൂടെയായിരുന്നു ഉമയമ്മ റാണി. അത്യാവശ്യം നല്ല സാമർഥ്യവും ബുദ്ധിശക്തിയുമൊക്കെയുള്ള ഉമയമ്മ റാണി ഉറപ്പായും വേണാടിൻ്റെ ഭരണത്തിൽ മേൽനോട്ടം വഹിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഈ സമയമെന്ന് പറയുന്നത് വേണാട് ദേശത്തിൽ ഒരു അന്തർയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷം രാജകുടുംബം, മറ്റൊരു പക്ഷത്ത് യോഗക്കാരും 8 വീട്ടിൽ പിള്ളമാരുമില്ല. എന്തിനേറെ പറയുന്നു, ആദിത്യവർമ്മ തമ്പുരാൻ്റെ മരണത്തിന് പിന്നിൽ പോലും 8 വീട്ടിൽ പിള്ളമാരുണ്ടായിരുന്നുവെന്ന് ആ സമയത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 8 വീട്ടിൽ പിള്ളമാർക്ക് ഉറപ്പായിരുന്നു ഡയറക്റ്റ് എതിർത്താൽ ശരിയാവത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രമാണികളെല്ലാവരും കൂടെ ചേർന്ന് പുത്തൻകോട്ട കൊട്ടാരത്തിൽ ചെന്ന് ഉമയമ്മ റാണിയെ കണ്ടു. എന്നിട്ട് അവരോട് 100% നീതി പുലർത്തുന്നു എന്ന് പറയുകയും ചെയ്തു. ആദ്യം ഉമയമ്മ റാണി ഒന്ന് സന്തോഷിച്ചു. എന്നാൽ അത്രയും കാലവും രാജകുടുംബത്തിനോട് എതിർപ്പ് കാണിച്ചിരുന്ന ആളുകൾ എന്തിന് പെട്ടെന്ന് വന്ന് തന്നോട് നീതി പുലർത്തുന്നു? ആ ഒരു ചിന്ത ഉമയമ്മ റാണിയുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിയായിരുന്നു. ആ ചിന്തയിലൊരു കാര്യമുണ്ടായിരുന്നുവെന്ന് ഉമയമ്മ റാണി പിന്നീട് മനസ്സിലാക്കിയത് വളരെ വൈകിയായിരുന്നു. ഒരു ദിവസം കളിപ്പാങ്കുളത്തിൽ നിന്ന് ഒരു വാർത്ത വരുന്നു. കളിപ്പാങ്കുളത്തിൽ കളിക്കാനായി ഇറങ്ങിയ ഉമയമ്മ റാണിയുടെ 5 കുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നു. ഉമയമ്മ റാണിയുടെ 5 കുട്ടികളും കൂടെ സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളും കൂടെ ആയിട്ടാണ് കളിപ്പാങ്കുളത്തിൽ കുളിക്കാനായിട്ട് ഇറങ്ങിയത്. എന്നാൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ആ 5 കുട്ടികളും മരണപ്പെട്ടിരിക്കുന്നു. ഉമയമ്മ റാണിക്ക് സംശയം തോന്നി തുടങ്ങി, ഇത് ഒരു സാധാരണ അപകട മരണമാണോ അതോ തൻ്റെ മക്കളെ അവർ കൊന്നുകളഞ്ഞതാണോ എന്ന്. ഇനി അവശേഷിക്കുന്നത് ഒരൊറ്റ മകൻ മാത്രം, വേണാടിൻ്റെ ഇളമുറത്തമ്പുരാൻ. ഭരണത്തിൽ കയറാൻ പ്രായവുമായിട്ടില്ല. അങ്ങനെ പൂർണ്ണമായും ഉമയമ്മ റാണി വേണാടിൻ്റെ ഭരണം ഒരു കാര്യനിർവഹണ റാണി എന്നുള്ള രീതിക്ക് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആദ്യ കാലങ്ങളിൽ ആ ഒരു ഭരണം ഉമയമ്മ റാണി നോക്കിയെങ്കിൽ പോലും കാലം ചെല്ലുന്നതിനനുസരിച്ച് ഉമയമ്മ റാണിക്ക് ചുറ്റിനും നിൽക്കുന്ന പ്രമാണിമാരിലുള്ള വിശ്വാസം കുറഞ്ഞു തുടങ്ങി. തൻ്റെ 5 മക്കളെയാണ് പെട്ടെന്ന് സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പം അതിന് പിന്നിൽ ഇവരുടെ കൈകളുണ്ട് എന്ന് ഉമയമ്മ റാണിക്ക് ഉറപ്പായി. അതുകൊണ്ട് തന്നെ രാജഭരണത്തിനെയും രാജകാര്യങ്ങളെക്കാട്ടിയും കൂടുതൽ പ്രാധാന്യം ഉമയമ്മ റാണി തൻ്റെ ജീവനും തൻ്റെ മകൻ ഇളമുറത്തമ്പുരാനും കൂടെയായ തൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കുന്നതിലും ഉമയമ്മ റാണി ശ്രദ്ധ കൊടുത്തു തുടങ്ങി. ഈ ഇളമുറത്തമ്പുരാൻ്റെ കാര്യമുണ്ടല്ലോ, ചിലയിടങ്ങളിൽ ഉമയമ്മ റാണിയുടെ മകനായി പറയുന്നുണ്ട്, ചിലയിടങ്ങളിൽ ഉമയമ്മ റാണിയുടെ മകൻ അല്ലായിരുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഉമയമ്മ റാണി ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായപ്പോൾ പുത്തൻകോട്ട കൊട്ടാരത്തിൽ തൻ്റെ ജീവനും തൻ്റെ മകൻ്റെ ജീവനിലും ഒരുപാട് കൂടുതൽ ശ്രദ്ധ കൊടുത്തു തുടങ്ങി. അപ്പോൾ എന്തായാലും ജീവൻ രക്ഷിച്ചേ മതിയാവുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഉമയമ്മ റാണി പുത്തൻകോട്ട കൊട്ടാരത്തിൽ നിന്ന് നെടുമങ്ങാടിലോട്ട് അങ്ങോട്ട് താമസം മാറ്റി. അപ്പോൾ ഇങ്ങനെ ഒരു അസന്തുലനാവസ്ഥ, ഇങ്ങനെ ഒരു അന്തർയുദ്ധം വേണാടിൽ അരങ്ങേറിക്കൊണ്ടിരുന്നത് ആ വേണാടിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരാളും തിരിച്ചറിയുകയാണ്.
അയാളായിരുന്നു മുഗൾ സിർദാർ, അതായത് ഒരു മുഗൾ കമാൻഡറായിരുന്ന മുഗളൻ. നമ്മുടെ ചരിത്രത്തിൽ മുഗളൻ എന്ന് മാത്രമാണ് പറയുന്നത്, അദ്ദേഹത്തിന് വേറൊരു പേരുണ്ടാവും, പക്ഷേ ബുക്സിൽ പറയുന്നത് പോലെ നമുക്ക് മുഗളൻ എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ മുഗൾ കമാൻഡറായിരുന്ന മുഗളൻ ഇന്ത്യൻ പെനിൻസുല ഭാഗത്തായിട്ട് ശക്തമായിട്ടുള്ള തൻ്റെ കുതിരപ്പടകളുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. മുഗൾ സൈന്യത്തിൻ്റെ കൊടി പലയിടങ്ങളിലും പാറിപ്പറത്തിക്കൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മുഗളൻ തിരിച്ചറിയുകയാണ് ഇങ്ങനൊരു അന്തർയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. കരപ്രമാണിമാർക്കും രാജഭരണത്തിലുള്ള ആളും തമ്മിൽ ഒരു ചെറിയ അലോസരവും അന്തർയുദ്ധവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശരിയായ സമയം. അങ്ങനെ അപ്രതീക്ഷിതമായി മുഗളൻ്റെ ആക്രമണം തിരുവനന്തപുരത്ത് ഉണ്ടാവുകയാണ്. തിരുവനന്തപുരത്ത് മണക്കാട് ഭാഗത്തായിട്ട് മുഗളൻ തമ്പടിച്ച് തൻ്റെ തലസ്ഥാനമാക്കി അവിടെ ഇരുന്നു. അതായത് അവിടെ തമ്പടിച്ച് ക്യാമ്പടിച്ച് അവിടെ പുള്ളിക്കാരൻ താമസമാക്കി. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് മുകളിലോട്ട് മുഗളൻ പടയോട്ടം തുടങ്ങി. മുഗളൻ്റെ പടയോട്ടത്തിന് മുന്നിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന കരപ്രമാണിമാർ മുട്ടുകുത്തി. 8 വീട്ടിൽ പിള്ളമാരും യോഗക്കാരുമെല്ലാം അവരുടെ കഴിവിൻ്റെ പരമാവധി മുഗളനെ ചെറുത്തു നിർത്തുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും മുഗളൻ്റെ ശക്തമായിട്ടുള്ള കുതിരപ്പടയാളികൾക്ക് മുന്നിലും അയാളുടെ നേതൃപാടവത്തിന് മുന്നിലും അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അങ്ങനെ സ്വന്തം ജീവൻ രക്ഷിക്കുവാനായിട്ട് അവർക്ക് അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഈ ഒരു സമയത്തിനോടകം വെച്ച് മുഗളൻ മണക്കാട് മുതൽ തുടങ്ങിയ ആക്രമണമാണ്. അങ്ങനെ മണക്കാട് നിന്നുകൊണ്ട് മുഗളൻ ഇടവ വരെ ആക്രമണം നടത്തി, വർക്കലയുള്ള ഇടവ വരെ ആക്രമണം നടത്തി. എന്നാൽ മുഗളൻ്റെ ഈ ഒരു പടയോട്ടം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ പടയോട്ടം മാത്രമല്ല. ഈ ഒരു ആക്രമണത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. അവരെ ഉപദ്രവിച്ചു, പല കാര്യങ്ങളും കൊള്ളയടിച്ചു. അങ്ങനത്തെ ഒരു പടയോട്ടമായിരുന്നു മുഗളൻ നടത്തിയത്. അധികം വൈകാതെ തന്നെ, ഞാൻ പറഞ്ഞല്ലോ, ഇടവ വരെ മുഗളൻ പിടിച്ചടക്കി. അധികം വൈകാതെ തന്നെ കന്യാകുമാരി ജില്ലയിലെ വിളവൻകോടെന്ന് പറയുന്ന സ്ഥലം മുതൽ വർക്കല വരെ മുഗളൻ്റെ നിയന്ത്രണത്തിലായി. ഇവിടെയെല്ലാം മുഗളൻ്റെ കുതിരപ്പടയാളികൾ നിറഞ്ഞു നിന്നിരുന്നു. അയാൾ സന്തോഷത്തോടു കൂടി തൻ്റെ ക്യാമ്പിൽ മണക്കാടിൽ സന്തോഷത്തോടെ കഴിഞ്ഞു. ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, പല ആളുകളുടെയും വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. വലിയ രീതിക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല, പക്ഷേ ഇയാളുടെ വിശ്വാസപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. അതായത് മുഗളൻ്റെ വിശ്വാസപ്രകാരമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം ഈ ദേശത്തെ സാധാരണ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചു. അതായത് വസ്ത്രധാരണത്തിലും ജീവിതശൈലിയിലുമെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്ന രീതിയിലുള്ള നിയമങ്ങളെല്ലാം മുഗളൻ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഈ ഒരു സമയം ജനങ്ങൾ അത്രയും പരിഭ്രാന്തിയിൽ കഴിഞ്ഞിരുന്ന സമയം, നാഥനില്ലാത്തൊരവസ്ഥയിൽ ജനങ്ങൾ കഴിഞ്ഞിരുന്ന സമയം, ഉമയമ്മ റാണിയിലെ ആ ഭരണാധികാരി ഉണർന്നു. ഇനി സ്വന്തം ജീവനും സ്വന്തം മകൻ്റെ ജീവനും ഇളമുറത്തമ്പുരാനായ സ്വന്തം മകൻ്റെ ജീവനും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. തൻ്റെ ദേശത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. ഉമയമ്മ റാണി ആരെ സഹായത്തിന് വിളിക്കും? 8 വീട്ടിൽ പിള്ളമാരെ വിളിക്കാൻ പറ്റുമോ? അവർ ഇപ്പം തന്നെ ഈ ഒരു മുഗളൻ്റെ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് വലിഞ്ഞിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല, ഉമയമ്മ റാണിക്ക് അവരിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുന്നു. മുഗളൻ ഒരുപാട് യുദ്ധങ്ങൾ കണ്ടിട്ടുള്ള ഒരു യുദ്ധവീരനാണ്, ഒരു പടനായകനാണ്. ആ പടനായകനെ വീഴ്ത്തണമെങ്കിൽ അത്രത്തോളം യുദ്ധതന്ത്രത്തിലും ആയുധത്തിലും ആയുധാഭ്യാസങ്ങളിലുമെല്ലാം പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരാൾ വേണം. പടകൂട്ടാൻ കെൽപ്പുള്ള ഒരാൾ വേണം. പട നയിച്ച് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരാൾ വേണം. ആരാണത്? ഉമയമ്മ റാണിയുടെ മനസ്സിൽ ഒരു പേര്, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് പോലെ ഒരു പേര് ഓർമ്മ വന്നു. കോട്ടയത്ത് രാജവംശത്തിലെ ഇളമുറത്തമ്പുരാനായിരുന്ന, തൻ്റെ ബന്ധു കൂടെയായിരുന്ന കേരളവർമ്മ. ഈ പറയുന്ന കേരളവർമ്മ പഴശ്ശിരാജയല്ല കേട്ടോ. ഇത് 1680 നടക്കുന്ന സംഭവമാണ്. അതിനൊക്കെ ശേഷമാണ് കേരളവർമ്മ പഴശ്ശിരാജ വരുന്നത് തന്നെ. അപ്പോൾ ഇത് മറ്റൊരു കേരളവർമ്മയാണ് കോട്ടയത്ത് ദേശത്തുണ്ടായിരുന്ന. ഈ കേരളവർമ്മ എന്ന് പറയുന്ന ആളൊരു രാജകുമാരൻ, ഒരു രാജ എന്നതിലുപരി അസാമാന്യനായിട്ടുള്ളൊരു അഭ്യാസിയായിരുന്നു. വാൾപ്പയത്തിൽ അഗ്രഗണ്യൻ, അമ്പയത്തിൽ അത്രത്തോളം കഴിവുള്ള ഒരാൾ. പിന്നെ അത് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ യുദ്ധമുറകളിൽ ഉണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളിലും പ്രാവീണ്യമുള്ള ആൾ. വാള്, കുന്തം, ഉറുമി, മുച്ചാൻ, കുറുവടി, കെട്ടുകാരി, അങ്ങനെ എല്ലാ ആയുധങ്ങളിലും പ്രാവീണ്യമുള്ളൊരാൾ. കേരളവർമ്മ തൻ്റെ കൊട്ടാരത്തിലെ ഒരു സാധാരണ ദിവസം, അദ്ദേഹം തൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആ സമയമാണ് ഈ വാർത്ത വരുന്നത്. തൻ്റെ ബന്ധുവായ ഉമയമ്മ റാണിക്ക് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചിരിക്കുന്നു. പുറത്തുനിന്നൊരു ശക്തി വേണാട് ദേശത്തിൽ കയറി ഭരണം ആരംഭിച്ചിരിക്കുന്നു. അങ്ങ് വർക്കല വരെ അധികാരം സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് കപ്പം പിരിക്കുക വരെ ചെയ്തു. എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ കേരളവർമ്മ കൂടുതൽ സമയമൊന്നും വേസ്റ്റ് ചെയ്തില്ല. പടകൂട്ടാനും മറ്റും സമയമൊന്നും വേസ്റ്റ് ചെയ്തില്ല. പെട്ടെന്ന് കേരളവർമ്മ പടകൂട്ടി.
ആ പടയിലെന്ന് പറയുമ്പോഴത്തേക്കും വാൾപ്പായിട്ട് നടത്തുന്ന വീരന്മാരുണ്ടായിരുന്നു, കുന്തം വെച്ച് യുദ്ധം ചെയ്യുന്ന വീരന്മാരുണ്ടായിരുന്നു. ഈ തെറ്റാലി ഉണ്ടല്ലോ, ആ തെറ്റാലി പോലത്തെ ഒരു ആയുധം പ്രയോഗിക്കാൻ അറിയുന്ന ആളുകളുണ്ടായിരുന്നു, അമ്പും മിന്നും പ്രയോഗിക്കാനുള്ള ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ കേരളവർമ്മ കൂടി. നമ്മൾക്ക് ആലോചിച്ച് നിൽക്കുവാനായി സമയമില്ല. ഈ ആക്രമണം നമ്മൾ കൂടുതൽ വൈകിപ്പിച്ചാൽ അത് മുഗളൻ്റെ കാതുകളിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ ഒരു വാർത്ത മുഗളൻ അറിഞ്ഞാൽ സർവ്വശക്തിയുമെടുത്ത് അയാൾ എതിർക്കും. ശത്രു വലുതാകുമ്പോൾ അവനെ വീഴ്ത്താനായിട്ട് തന്ത്രം പ്രയോഗിക്കുക തന്നെ വേണം. കേരളവർമ്മ മനസ്സിലാക്കുകയാണ് മുഗളൻ മണക്കാടിൽ തന്നെയുണ്ട്. മണക്കാടിൽ തമ്പടിച്ചിരിക്കുന്ന മുഗളൻ്റെ കൂടെ മുഗളൻ്റെ എല്ലാ സൈന്യവും ഇല്ല. ആ സൈന്യത്തിലുള്ള പല കുതിരപ്പടയാളികളും വിളവൻകോട് മുതൽ വർക്കല വരെ നീണ്ടു നിൽക്കുന്ന പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. ഇതാണ് ആക്രമണം നടത്തുവാനുള്ള സമയം. അങ്ങനെ ധീരനായ ആ ഒരു യോദ്ധാവ് ചട്ടകെട്ടി ആയുധമേന്തി തൻ്റെ കുതിരപ്പുറത്ത് മണക്കാടിലേക്ക് യാത്ര തിരിച്ചു. ആ ദിവസം മുഗളൻ തൻ്റെ പന്തലിനുള്ളിൽ സുഖമായിരിക്കുന്നു, ഭക്ഷണങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് അമ്പുകൾ വന്ന് തറയ്ക്കുന്ന ശബ്ദം മുഗളൻ കേൾക്കുന്നത്. മുഗളൻ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എണീച്ചു. പുറത്ത് തൻ്റെ പടയാളികൾ നിലവിളിക്കുന്നുണ്ട്. ഏതോ ഒരു സിംഹഗർജനം പോലെ ഒരു യോദ്ധാവ് മലയാള ഭാഷയിൽ നേതൃത്വം വഹിക്കുന്ന ശബ്ദം മുഗളന് കേൾക്കാൻ കഴിയുന്നുണ്ട്. മുഗളൻ തൻ്റെ ഉടവാള് മൂടിപ്പിടിച്ചുകൊണ്ട് ഈയൊരു പന്തലിൽ നിന്ന് പുറത്തു വരുമ്പോൾ കാണുന്ന കാഴ്ച, ആയുധം ശരീരത്തിൻ്റെ ഭാഗമെന്നുള്ള രീതിക്ക് ഒരു യോദ്ധാവ് അവിടെ നിന്നുകൊണ്ട് ഉറുമി വീശുകയാണ്. ആ യോദ്ധാവ് ഉറുമി വീശുമ്പോൾ അയാളുടെ അടുത്തേക്ക് പോലും തൻ്റെ പടയാളികൾക്ക് പോകാൻ കഴിയുന്നില്ല. ശത്രുക്കളെ ഉറുമി വീശി അരിഞ്ഞു തള്ളിക്കൊണ്ടിരുന്ന ആൾ മറ്റാരും തന്നെയല്ല, കേരളവർമ്മയായിരുന്നു. കേരളവർമ്മ രാജയുടെ ഈ പ്രകടനം കണ്ട മുഗളൻ ഉടനെ തന്നെ അവിടെ നിന്നുകൊണ്ട് ആക്രമണങ്ങൾ നടത്താനായി ഒരുങ്ങി. എന്നാൽ അവിടുത്തെ ആ ഒരു ആക്രമണം തന്ത്രപരമായിട്ട് കേരളവർമ്മ പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്തതാണെന്ന് മുഗളന് മനസ്സിലായി. കാരണം അസ്ത്രങ്ങൾ വരുന്ന ദിശയൊന്നും അറിയാൻ പറ്റുന്നില്ല, അത്രത്തോളം ഒരു മിന്നലാക്രമണം. മുഗളൻ ചിന്തിച്ചു, ഈ സമയം ധീരതയെക്കാട്ടിയും ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത്. ഇവിടെ നിന്നുകൊണ്ട് കേരളവർമ്മയുമായി നേരിടാൻ നിന്നാൽ ഒരുപക്ഷെ ജീവൻ പോയേക്കാം. കാരണം സൈന്യബലം അത്രയും ശക്തമായിട്ടില്ല. അങ്ങനെ മുഗളൻ എന്തോ ചെയ്തു. മുഗളൻ പെട്ടെന്ന് തൻ്റെ കുതിരപ്പുറത്ത് കയറി തൻ്റെ പടയുമായിട്ട് നേരെ കന്യാകുമാരി ഭാഗത്തേക്ക് വെച്ചുവിട്ടു. അവിടെ നിന്നുകൊണ്ട് കേരളവർമ്മയുടെ സൈനികർ ജയാരവങ്ങൾ മുഴക്കി സന്തോഷമറിയിച്ചു. പക്ഷേ കേരളവർമ്മ എന്ന യുദ്ധവീരൻ അറിയാമായിരുന്നു, ഇല്ല. കാരണം കേരളവർമ്മയ്ക്കറിയായിരുന്നു, ഇങ്ങോട്ട് കയറി ആക്രമണം നടത്തിയ ഒരുവനെ വീണ്ടും വിശ്വസിക്കുകയോ അവനെ ഒന്നും ചെയ്യാതെ വെറുതെ വിടുകയോ ചെയ്താൽ സ്വന്തം കഴുത്തിന് ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു അസ്ത്രം അവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുന്നതിന് തുല്യമാണെന്ന്. കേരളവർമ്മ ഉടനെ തന്നെ തൻ്റെ ഉറുമി ചുറ്റി അരയിലേക്ക് വെച്ചു, തൻ്റെ വാൾ ഉറയിലേക്കിട്ടു. തൻ്റെ കുതിരപ്പുറത്ത് കയറിയിട്ട് തൻ്റെ സൈനികരോട് പറഞ്ഞു, വിടരുത്, പിന്നാലെ വെച്ച് പിടിക്കാൻ. അങ്ങനെ കേരളവർമ്മ തന്നെ ഈ ഒരു പടയുടെ മുന്നിൽ നിന്നുകൊണ്ട് മുഗളൻ്റെ പിന്നാലെ വെച്ചുവിട്ടു. അങ്ങനെ മുഗളൻ കന്യാകുമാരി ഭാഗത്തെത്തി. വ്യക്തമായി പറയുകയാണെങ്കിൽ കന്യാകുമാരിയിലെ തിരുവട്ടാർ എന്ന് പറയുന്ന സ്ഥലത്തിലുള്ള ഒരു മലയുടെ താഴ്വാരത്തിൻ്റെ ഭാഗത്ത് മുഗളൻ ചെന്നെത്തി. അവിടെ നിന്നപ്പോഴത്തേക്കും മുഗളൻ കന്യാകുമാരിയിൽ ചിതറിക്കിടന്ന തൻ്റെ കുതിരസൈന്യങ്ങളും മറ്റുള്ള കുതിരസൈന്യങ്ങളും എല്ലാം മുഗളൻ്റെ ഒപ്പം വന്നുകൂടി. ഇവിടെ നിന്നുകൊണ്ട് കോട്ടയത്തിൽ നിന്ന് വന്നിട്ടുള്ള കേരളവർമ്മയെ നേരിടാൻ സജ്ജരായി അവരോട് നിന്നു. തൻ്റെ ശക്തമായ പടകൂട്ടി ശത്രുവിനെ നേരിടുവാനായി തയ്യാറായി നിന്ന മുഗളൻ ആ നിമിഷം വരെ വിശ്വസിച്ചു തൻ്റെ യുദ്ധതന്ത്രം അത് വിജയകരമാകാൻ പോവുകയാണ്. കാരണം പടകളെല്ലാം ഇപ്പോൾ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതായത് മുഗളൻ്റെ സൈന്യം അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴാണ് കുതിരകളുടെ നിസ്സഹായ അവസ്ഥയിലുള്ള നിലവിളിയിൽ നിന്നും ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളിൽ നിന്നും മുഗളൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഇത് തനിക്ക് മേൽക്കോയ്മയുള്ള യുദ്ധതന്ത്രമല്ല, താൻ വന്ന് അകപ്പെട്ടിരിക്കുകയാണ്. എവിടെ? കേരളവർമ്മയുടെ തന്ത്രത്തിൻ്റെ ഒത്ത നടുവിൽ. മുഗളൻ മനസ്സിലാക്കിയിരിക്കുകയാണ്, കേരളവർമ്മയ്ക്ക് താൻ എവിടെ വേണോ അവിടെ തന്നെയാണ് മുഗളൻ നിൽക്കുന്നത്. ചുറ്റും നോക്കിയപ്പോൾ കല്ലുകൾ നിറഞ്ഞ സ്ഥലം, കുതിരകൾക്ക് ഓടാൻ പറ്റുന്ന പ്രതലമല്ല, കല്ലുകളുണ്ട്, ചുറ്റിനും കാടുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള സൈന്യത്തിന് പെട്ടെന്ന് എത്താൻ കഴിയത്തില്ല. ഇവിടെയുള്ള കുതിര സൈന്യത്തിന് ഈ കല്ലിനും മണ്ണിനും ഇടയിൽ അനായാസമായി ഓടി ആക്രമണം നടത്താനും പറ്റുന്നില്ല. മുഗളൻ വീണ്ടും മനസ്സിലാക്കുന്നു, കേരളവർമ്മയുടെ യുദ്ധതന്ത്രത്തിൽ താൻ അകപ്പെട്ടിരിക്കുന്നുവെന്ന്. അടുത്ത നിമിഷം പല ദിശകളിൽ നിന്നും അസ്ത്രങ്ങൾ പാഞ്ഞ് തൻ്റെ സൈന്യത്തിലേക്ക് ഇരച്ചു കയറിയപ്പോൾ മുഗളൻ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുകയാണ്. കേരളവർമ്മ രാജയുടെ യുദ്ധതന്ത്രത്തിൻ്റെ 2ാം അധ്യായമാണ് താൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? ഈ ഒരു മലയുടെ പല ഭാഗങ്ങളിലായിട്ടും കാടിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും
കല്ലിൻ്റെയും പാറകളുടെയും മരത്തിൻ്റെയും എല്ലാം മറവിൽ കേരളവർമ്മ തൻ്റെ വില്ലാളികളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. വില്ലാളികളുടെ ഈ ഒരു ആക്രമണത്തെ മുഗളനൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവർക്ക് നല്ലൊരു കവറുണ്ടായിരുന്നു. കവറെന്ന് പറയുമ്പോൾ മുഗളന്മാരിൽ നിന്നുണ്ടാകുന്ന ആക്രമണത്തെ തടഞ്ഞു നിർത്തുവാനായിട്ട് മരങ്ങൾ, അതുപോലെ പാറകൾ, അതിൻ്റെയൊക്കെ ഡിഫൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നിന്നുകൊണ്ടുള്ള ഈ ഒരു ആക്രമണത്തെ മുഗളൻ അജയ്യമായിട്ടുള്ള തൻ്റെ സൈന്യം നാമാവിശേഷമാകുന്നത് കണ്ടുകൊണ്ടിരുന്നു. മുഗളൻ ആ സമയത്ത് നല്ലതുപോലെ പോരാടിക്കൊണ്ടിരുന്നു. വാളുമായി വരുന്ന ആളുകളുമായിട്ട് നല്ലതുപോലെ പോരാടിക്കൊണ്ടിരുന്നു. പക്ഷെ ആ ഒരു ഭൂമിയിൽ മുഗളന് നിലനിൽക്കാൻ കഴിയില്ല. ഈ സമയം കേരളവർമ്മയുടെ കണ്ണ് ആ യുദ്ധഭൂമി മുഴുവനും സഞ്ചരിച്ചത് ഒരാൾക്ക് വേണ്ടിയായിരുന്നു. മുഗൾ പടനായകനായിട്ടുള്ള മുഗളന് വേണ്ടിയായിരുന്നു. അങ്ങനെ ഒടുവിൽ ഒരു പരുന്തിൻ്റെ കണ്ണിൽ ഇരയെ കിട്ടുന്നത് പോലെ കേരളവർമ്മയുടെ ദൃഷ്ടി മുഗളൻ്റെ മേൽ പതിഞ്ഞു. ഒരു മരത്തിൻ്റെ കീഴെയായിട്ട് തൻ്റെ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് ആക്രമണം നടത്തുകയാണ് ഈ മുഗളൻ. അങ്ങനെ ഒരു കൃത്യസമയത്തിനായി കേരളവർമ്മ കാത്തിരുന്നു. ഈ കുതിര ഇങ്ങനെ ചാടി 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 ഒരു മരത്തിന് കീഴിലെത്തിയ ഉടനെ കേരളവർമ്മ അങ്ങോട്ടേക്ക് ആക്രമണം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. കാരണം എന്താണ്? മുഗളൻ നിൽക്കുന്ന മരത്തിന് തൊട്ട് മുകളിലായി ഒരു കടന്നൽക്കൂടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് വന്ന അസ്ത്രങ്ങളിൽ ഒരസ്ത്രം ഈ ഒരു കടന്നൽക്കൂടിൽ തട്ടിയതും കടന്നൽക്കൂടിൽ നിന്ന് കടന്നലെല്ലാം കൂടെ ഇളകി മുഗളനെയും മുഗളനിരുന്നിരുന്ന കുതിരയെയും ആക്രമിച്ചു. ഈ കടന്നലുകൾ വന്നിട്ട് മുഗളൻ്റെ മുഖത്തും കണ്ണിലുമൊക്കെ ഇട്ട് കുത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ കടന്നലുകൾ മുഗളൻ്റെ കുതിരയും കുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ കുതിരയ്ക്കിത് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ കുതിരയുടെ പിന്നിലിരുന്ന മുഗളനെയും തട്ടിക്കളഞ്ഞിട്ട് കുതിര അവിടെ നിന്ന് ഓടിപ്പോക്കളഞ്ഞു. അങ്ങനെ മുഗളൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിലായി. 100 കണക്കിന് അസ്ത്രങ്ങൾ മുഗളൻ്റെ ദേഹത്തേക്ക് കയറി. കേരളവർമ്മ രാജ തൻ്റെ ദേഹത്തേക്ക് അതിക്രമിച്ചു കയറിയ മുഗൾ പടനായകൻ്റെ അവസാനം ഉറപ്പുവരുത്തുകയും ചെയ്തു. പിന്നീട് അവിടെ മുഴുവനും കേട്ടത് കേരളവർമ്മയുടെ പടയുടെ വിജയാരവങ്ങളായിരുന്നു. എന്നാൽ വിജയമുണ്ടാകുമ്പോൾ 2 തരം ആളുകളുണ്ട്. വിജയത്തിൻ്റെ സന്തോഷത്തിൽ എല്ലാം മതിമറക്കുന്ന ആളുകളും, ഒരു വിജയമുണ്ടായാൽ ആ വിജയത്തിൽ പോലും അടുത്ത നേട്ടങ്ങൾക്കായി സജ്ജീകരണങ്ങൾ ചെയ്യുന്ന ഒരാളും. കേരളവർമ്മ ആ 2ാം ഗണത്തിൽപ്പെടുന്ന ആളായിരുന്നു. മുഗളൻ എന്ന് പറയുന്ന ഒരു മുഗൾ പടത്തലവനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. കേരളവർമ്മ ചുറ്റിനും നോക്കി മുഗളന്മാരുടെ കുതിരകളെ. ഈ കുതിരകൾ വിദേശത്തു നിന്ന് വന്നിട്ടുള്ള കുതിരകൾ, നല്ല ആരോഗ്യമുള്ള കുതിരകൾ, ശക്തരായിട്ടുള്ള കുതിരകൾ, അജയ്യമായി പല യുദ്ധങ്ങളും ജയിച്ച കുതിരകൾ. ഇതോടൊപ്പം കേരളവർമ്മയുടെ ചെവിയിൽ ദൂരെ നിന്നുള്ള ഈ കുതിരകളുടെ കുളമ്പടിയും കേട്ടു. കേരളവർമ്മ ഉടനെ തന്നെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അത്ര സൈനികരോടും പറഞ്ഞു, സൈനികരെ, കുതിരപ്പുറത്തേറി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്ന മുഗൾ പടയാളികളെ പിടിച്ചു കെട്ടു. അവരുടെ കുതിരകളെയും പിടിച്ചു കെട്ടു, അവരുടെ ആയുധങ്ങളെയും പിടിച്ചു കെട്ടു, നമുക്കത് ഉപയോഗമാകും. അങ്ങനെ കേരളവർമ്മയും പടയും അവിടെ നിന്ന് പോയ കുതിരകളെ എല്ലാം പിടിച്ചു കെട്ടി. ഏകദേശം 300ഓളം മുഗൾ കുതിരകളെ കേരളവർമ്മ പിടിച്ചു കെട്ടി. 100ഓളം പടയാളികളെ പിടിച്ചു കെട്ടി. ഇന്നേ വരെ കേരളം കണ്ടിട്ടില്ലാത്ത പല ആയുധങ്ങളും കിട്ടി. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള വാളും പരിചയും കുന്തവും എല്ലാം മുഗളന്മാരുടെ ആയുധങ്ങളെല്ലാം കേരളവർമ്മ പിടിച്ചെടുത്തു. അത് അവരുടെ സൈന്യത്തിൽ ഉപയോഗിക്കാമല്ലോ. അങ്ങനെ കേരളവർമ്മ വീരവിജയങ്ങളെല്ലാം മുഴക്കിക്കൊണ്ട് തൻ്റെ വിജയാരവങ്ങളിൽ പ്രതിയോഗികളുടെ ഹൃദയത്തിൽ ഭയം നിറച്ചുകൊണ്ട് കേരളവർമ്മ തൻ്റെ പടയുമായിട്ട് വേണാടിലെത്തി. കേരളവർമ്മ വരുന്ന ആ ഒരു സമയം മനസ്സിലാക്കി തന്നെ ഉമയമ്മയും തിരുവനന്തപുരത്തെത്തി. അങ്ങനെ ഉമയമ്മ റാണി തൻ്റെ മകനോടൊപ്പവും കേരളവർമ്മയോടൊപ്പവും തിരുവനന്തപുരത്തേക്ക് വന്നിറങ്ങിയപ്പോൾ ഉമയമ്മ റാണിയെ എതിർത്തിരുന്ന അത്ര ആളുകൾക്കും കാണാൻ കഴിഞ്ഞത് ഉമയമ്മ റാണിയുടെ 2 വജ്രായുധങ്ങളായിരുന്നു. ഒന്ന് കേരളവർമ്മ, മറ്റൊന്ന് എങ്ങും തളരാത്ത ഉമയമ്മ റാണിയുടെ ധൈര്യവും നേതൃപാഠവും. ഇതിനു മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, കേരളവർമ്മ അവിടെ വന്നുടനെ തന്നെ ഉമയമ്മ റാണിയുടെ ചീഫ് കൗൺസിലറായിട്ടും പടത്തലവനായിട്ടും കേരളവർമ്മയെ നിയമിച്ചു. കേരളവർമ്മ അടുത്തത് എന്ത് ചെയ്തെന്നറിയോ? കേരളവർമ്മ ഈ മുഗളന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത 300 കുതിരകളെയും 1 റെജിമെൻറ്റ് വില്ലാളികളെയും 1 റെജിമെൻറ്റ് വാൾപ്പയറ്റ് വിദഗ്ധന്മാരെയും ഇവരെ തിരുവനന്തപുരത്തിൻ്റെ പല സ്ഥലത്തായി സുരക്ഷയ്ക്ക് വേണ്ടി നിർത്തി. കേരളവർമ്മയുടെ ഈ ഒരു പോരാട്ട വീര്യത്തിന് മുന്നിൽ പ്രമാണിമാർക്ക് മുട്ടുകുത്തുകയല്ലാതെ വേറൊരു വഴിയില്ലായിരുന്നു. അങ്ങനെ ഇവർ കേരളവർമ്മയുടെ ശക്തിയുടെ പുറത്തും ഉമയമ്മ റാണിയുടെ ബുദ്ധിയുടെ പുറത്തും ഉമയമ്മ റാണിയോട് 100% കൂറ് പുലർത്തി. എത്ര കാലത്തേക്ക്? വീണ്ടും പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതുവരെ അവർ കണ്ടിട്ടില്ലാത്ത ഒരു ധീരതയായിരുന്നു ഉമയമ്മ റാണിയും കേരളവർമ്മയും കൂടെ അവിടെ ചെയ്തത്. ഇതിനു പുറമെ മറ്റൊരു കാര്യവും കൂടെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം കോട്ടയ്ക്കുള്ളിൽ 2 പുതിയ കെട്ടിടങ്ങൾ പണിതു. തേവാരത്ത് കോയിക്കലും വലിയ കോയിക്കലും. തേവാരത്ത് കോയിക്കലിൽ താമസിക്കുന്നത് ഉമയമ്മ തന്നെയാണ്. വലിയ കോയിക്കലിൽ താമസിക്കാൻ പോകുന്നത് ആരാണ്? അവർ കണ്ടു
വാളും ആയുധങ്ങളും ഏന്തി പരിവാരങ്ങളുമായിട്ട് കേരളവർമ്മ അവിടെ താമസം തുടങ്ങിയത്. അപ്പോൾ ഇതാണ് മണക്കാട് യുദ്ധവും മണക്കാട് യുദ്ധത്തെ ചുറ്റിപ്പറ്റി നടന്ന ചില സംഭവം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ